കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് ബഹിഷ്കരിച്ച ഭൂവുടമകൾ. വീട് നഷ്ടപ്പെടുന്നവർക്ക് 2008-ലുള്ള നഷ്ടപരിഹാര പാക്കേജിൽ നിന്ന് പിന്നോട്ടു പോകുന്നതിൽ പ്രതിഷേധിച്ചാണ് ഹിയറിംഗിൽ നിന്ന് വിട്ടുനിന്നത്. പകരം ഭൂവുടമകൾ കലക്ടർക്ക് നിവേദനം നൽകി. പുനരധിവാസത്തിനുള്ള കരട് പദ്ധതി അന്തിമമാക്കുന്നതിനാണ് കിഴലൂർ പഞ്ചായത്ത് ഓഫീസിൽ 2 ദിവസത്തെ ഹിയറിംഗ് നടത്തുന്നത്. കിഴലൂർ, കാനാട് ദേശങ്ങളിലെ വീട് നഷ്ടപ്പെടുന്ന 80ഓളം പേരെയാണ് വ്യാഴാഴ്ച ഹിയറിംഗിന് വിളിച്ചത്. LA ഡെപ്യൂട്ടി കളക്ടർ AK അനീഷിന്റെ നേതൃത്വത്തിൽ യോഗം തുടങ്ങിയപ്പോൾ സഹകരിക്കില്ലെന്നും രേഖകൾ ഹാജരാക്കില്ലെന്നും ഭൂവുടമ കർമ്മസമിതി ഭാരവാഹികൾ അറിയിച്ചു. അത് ഇപ്പോൾ ഏറ്റെടുക്കൽ നടപടി നിർത്തിവെച്ചിട്ട് പുതിയ നിയമം അനുസരിച്ച് കൊണ്ടുള്ള 9,60,000 കൊടുക്കുമെന്ന് പറയുന്നത് തികച്ചും അപ്രായോഗികമായിട്ടുള്ള നിലപാട്. നമ്മളെ ഈ പ്രദേശത്തെ 159 വീടുകളിൽ ഭൂരിപക്ഷവും തകർച്ച നേരിടുന്ന പഴയ 10, 40, 50 വർഷം പഴക്കമുള്ള വീടുകളാണ്. ആ വീടുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ PWD റേറ്റ് കണക്കാക്കി അതിൻ്റെ കാലപ്പഴക്കത്തിൻ്റെ ഡിപ്രിസിയേഷൻ കൂടി കണക്കാക്കിയാൽ ഒരു നഷ്ടപരിഹാരവും ആ വീടിന് ലഭിക്കില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇതിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഭൂമിക്ക് വലിയ വില വർദ്ധിച്ച സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന 9,60,000 ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 9,60,000 കൊണ്ട് ഒരു 3 സെൻറ്റ് സ്ഥലം പോലും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള വലിയ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 2008-ലെ പാക്കേജ് തന്നെ നമ്മൾ നേരത്തെ തന്നെ 2008-ലെ പാക്കേജ് നടപ്പിലാക്കുന്നതിന് വേണ്ടി തന്നെയാണ് 30 ഏക്കർ സ്ഥലം പുനരധിവാസത്തിന് വേണ്ടി നമ്മൾ വീട് നഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി കിഴലൂർ പഞ്ചായത്തിലും കൂടാളി പഞ്ചായത്തിലുമായിട്ട് 2 സ്ഥലങ്ങൾ 30 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. അത് നിലനിൽക്കുകയാണെങ്കിൽ തീരുമാനമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് അതൊരു തരത്തിലും അനുവദിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഹിയറിംഗ് നടന്നില്ലെങ്കിൽ സ്ഥലം ഏറ്റെടുപ്പ് നടപടി നിലക്കുമെന്നും ആദ്യം മുതലുള്ള നടപടിക്രമങ്ങൾ വീണ്ടും വേണ്ടിവരുമെന്നും ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞു. ഉള്ള തീരുമാനം വന്നാൽ മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ മാറ്റങ്ങൾ ഉണ്ടാവുമോ, അധികം ഫണ്ട് തരുമോ ഒക്കെ പറയാൻ പറ്റുള്ളൂ. അതില്ലാത്തടത്തോളം, വരാത്തടത്തോളം നിലവിലെന്താണോ ആ കാര്യം മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. പക്ഷേ ഇന്നത്തെ ഹിയറിംഗിൽ ഈ പറഞ്ഞ രേഖകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ നടപടിക്രമങ്ങൾ പാതി വഴിയിൽ നിൽക്കും. അപ്പം വീണ്ടും നമ്മൾ ഒന്നെന്ന് തുടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പം നടപടിക്രമങ്ങളോട് നിങ്ങൾ സഹകരിക്കാനാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ബാക്കി നിങ്ങൾ തീരുമാനം. എന്നാൽ 2008-ലെ പാക്കേജ് പ്രകാരം നഷ്ടപരിഹാരം ലഭ്യമാക്കാതെ സ്ഥലം ഏറ്റെടുപ്പുമായി സഹകരിക്കില്ലെന്ന് ഭൂവുടമകൾ വ്യക്തമാക്കി. കാനാട്, കിഴലൂർ മേഖലയിൽ 245 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. നിലവിലുള്ള റൺവേ 3050 മീറ്ററിൽ നിന്നും 4000 മീറ്ററാക്കി ദീർഘിപ്പിക്കുന്നതിന് ഏകദേശം 99.3235 ഹെക്ടർ സ്വകാര്യ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. കുടിയൊഴിപ്പിക്കുന്ന 159 കുടുംബങ്ങൾക്ക് 10 സെന്റ് ഭൂമി വീതം നൽകുന്നതിന് കൂടാളി, കിഴലൂർ വില്ലേജുകളിലായി 36.18 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ നിലവിൽ വീട് നഷ്ടപ്പെടുന്നവർക്ക് 9.6 ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. ഭൂമിയുടെ വില വൻതോതിൽ ഉയർന്ന സാഹചര്യത്തിൽ ഈ തുക കൊണ്ട് പുനരധിവാസത്തിനുള്ള സ്ഥലം ലഭിക്കില്ലെന്ന് ഭൂവുടമകൾ പറയുന്നു. കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് 10 സെന്റ് ഭൂമിയോ 25 ലക്ഷം രൂപയോ അനുവദിക്കുക, വീടുകളുടെയും നിർമ്മിതികളുടെയും കാലപ്പഴക്കം കണക്കാക്കാതെ PWD നിരക്ക് പ്രകാരം വില കണക്കാക്കുക, പാക്കേജ് പ്രകാരം കെട്ടിടങ്ങളുടെ ഉപയോഗയോഗ്യമായ സാധനങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കർമ്മസമിതി ഉന്നയിച്ചത്. ഭൂവുടമകൾക്ക് ഉചിതമായ നഷ്ടപരിഹാര പാക്കേജ് അനുവദിച്ച് ഉടൻ സ്ഥലമെടുപ്പ് പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കിഴലൂർ പഞ്ചായത്ത് ഭരണസമിതിയും അധികൃതർക്ക് നിവേദനം നൽകി. വളരെ പെട്ടെന്ന് എങ്ങനെയാണോ ഇടപെടാൻ പറ്റും അങ്ങനെ ഇടപെട്ടുകൊണ്ട് ഭൂവുടമകളുടെയും അതുപോലെ തന്നെ വീട് നഷ്ടപ്പെടുന്നവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇടപെടുന്ന സ്ഥിതി ഉണ്ടാവണം. എൻ്റെ വാർഡിനകത്തുള്ള വീടുകൾ വീണുപോയി എന്നുള്ളതാണ്. വീട് പോകുന്ന സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ട് ഈ വർഷത്തിനിടയിൽ എന്നുള്ളത് അതീവ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് C സജീവൻ, കർമ്മസമിതി ഭാരവാഹികളായ PK ചന്ദ്രൻ, PC വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്പെഷ്യൽ തഹസിൽദാർ LA V ഷിനു, ജൂനിയർ സൂപ്രണ്ട് K ഷാനി തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.